അപ്പം ഇനി നമുക്ക് കേര വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൻ്റെ പ്രൊഡക്റ്റീവ് അലയൻസ് സ്കീമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, അതായത് ഓൺലൈൻ പോർട്ടൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാം. അപ്പോൾ അതിനകത്ത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ അഗ്രോ ബിസിനസ് പാർട്ട്ണറിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫാമർ പ്രൊഡ്യൂസർ കമ്പനികൾക്ക് ചെയ്ത പോലെ തന്നെ ക്യാപ്കോൻ്റെ വെബ്സൈറ്റിലേക്ക് പോവുക. capco.co.in ക്യാപ്കോ എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ ക്യാപ്കോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ആദ്യം പ്രൊഡക്റ്റീവ് അലയൻസിൻ്റെ പോർട്ടലിൻ്റെ വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നേരെ അതിലേക്ക് പോകും. അപ്പോൾ നമുക്ക് FPCയിൽ ഉണ്ടായ പോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് പുതിയ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അത് രജിസ്റ്റർ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് തന്നെ ABP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ABPയിൽ ഒരു 3 കണ്ടീഷൻസാണ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മളത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ആദ്യം വായിച്ച് നോക്കിയത് ആപ്ലിക്കബിൾ ആണെങ്കിൽ നിങ്ങളത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടിക്ക് ചെയ്യാം, എന്നിട്ട് വെരിഫൈ ചെയ്യാം. എന്നിട്ട് ഇവിടെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ FPCയിൽ ചെയ്ത പോലെ തന്നെ പേര്, അതായത് നിങ്ങളെ പേര്, ഞാൻ ജസ്റ്റ് ആരാണോ അപ്ലൈ ചെയ്യുന്നത് ആ പേര്, അവരെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഞാനിപ്പം എൻ്റെ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനിയിപ്പം സെൻഡ് OTP എന്ന് വെച്ചാൽ OTP വന്നിട്ട് അത് രജിസ്റ്റർ ആവും. ഇപ്പം ഞാനത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാനവിടെ എൻ്റെ ഓൾറെഡി രജിസ്റ്റർ ആയി വെച്ചിട്ടുള്ള നമ്പർ 9895 ജസ്റ്റ് എൻട്രി ചെയ്യാണ്, 159. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ എനിക്ക് OTP സെൻഡ് ആവും. അപ്പോൾ ആ OTP ഞാൻ നോക്കിയിട്ട് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ നമ്മൾ FPCൻ്റെ അതിൽ കണ്ട പോലെ തന്നെ ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് വരും ആദ്യം തന്നെ. ഈ ഇത്രയും ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്ര ആക്ടിവിറ്റീസ് നിങ്ങൾ വായിച്ചു നോക്കുക, ഇത്ര ആക്ടിവിറ്റീസ് ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ നേരത്തെ FPCയിൽ കണ്ട പോലെ തന്നെ 3 ഓപ്ഷൻ ഉണ്ട്. FAQ ഉണ്ട്. FAQയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം എന്നുള്ളത് ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. അല്ലെങ്കിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് വരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതിൻ്റെ അകത്തില്ലാത്ത സംശയമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് ഫോൺ നമ്പറും കാര്യങ്ങളും വരുന്നുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് അവരെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാം. നമ്മൾ ഈ ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഡിക്ലറേഷൻ വരും. അപ്പോൾ ഫസ്റ്റ് പേജ് FPCൻ്റെ റേറ്റിംഗ് മെട്രിക്സ് ആണ്. അതായത് ആദ്യത്തെ പേജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ പേജിലാണ് നമ്മളെ ഡീറ്റെയിൽസ് എടുത്തിട്ട് കംപ്ലീറ്റ് നമ്മൾ മാർക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ പേജിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്താലേ ബാക്കിയുള്ള എല്ലാ 8 പേജിലേക്കും പോകാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഫോർ ദ ടൈം ബീങ് ഞാനത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. FPC ചോദിച്ച പോലെ തന്നെയുള്ള ചോദ്യങ്ങളാണ്. ഓപ്പറേഷണൽ ഏജ് ഓഫ് ദ ABP എത്രയാണ്, അപ്പം ഓരോ ഓപ്ഷനും എത്രയാണ് നിങ്ങളെ ഏജ് എന്നുള്ളത് ചൂസ് ചെയ്യാം. പിന്നെ വെബ് ഡയറക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത്, നമ്പർ ഓഫ് BOD മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്തത് എത്രയുണ്ട് എന്നുള്ളത് നോക്കാം. അതിനനുസരിച്ചിട്ടുള്ള ഡേറ്റ ഇതിനകത്ത് ചൂസ് ചെയ്യാം. അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യുക, അതാണ് ചെയ്യാനുള്ളത്. അതേപോലെ വെൽ ബോഡി കണ്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ എത്രത്തോളം ഉണ്ട്, ഓഡിറ്റ് അണ്ടർടേക്കൺ ആണോ, ആ കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യാം. അതിൻ്റെ റിലേറ്റഡ് പ്രൂഫ് ഇവിടെ കൊടുക്കാം. പിന്നെയുള്ളത് കംപ്ലീറ്റ് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഡേറ്റ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫുൾ ടൈം മാനേജറോ CEO ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അതൊക്കെ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഓരോന്നിനും മാർക്ക് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതൊക്കെ നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. പിന്നെയുള്ളത് ഇതിൻ്റെ അകത്ത് ഡയറക്റ്റ് ലിങ്കേജസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ലിങ്കേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ FPC സൈറ്റ് ABPക്ക് ഓൾറെഡി ഒരു ABPക്ക് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാം. FPC ആയിട്ട് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണെങ്കിൽ അവർ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ടുള്ള MOU കാര്യങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്യുക. പിന്നെ ഈ ഒരു ഇതിൻ്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെയർ ഹൗസോ മാർക്കറ്റ് ലിങ്കേജോ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് നോക്കുക. അതിൻ്റെ റിലേറ്റഡ് ഡോക്യുമെൻ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യുക.
അതേപോലെ എഫ് പി സിക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള എഫ് പി സിക്ക് എന്തെങ്കിലും ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ അവിടെ മെൻഷൻ ചെയ്യാതെ വെക്കാം. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും ഡേറ്റ നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ മെൻഷൻ ചെയ്യാം, അതിൻ്റെ പ്രൂഫ് കൊടുക്കാം. പിന്നെ ടേൺ ഓവർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടേൺ ഓവർ എത്രയാണെന്നുള്ളത് ഇതിനകത്ത് മെൻഷൻ ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് പ്രൂഫ് കൊടുക്കുക. പിന്നെയുള്ളത് കൺവേർജൻസ് ആണ്. കൺവേർജൻസ് ഉണ്ട്, ഗവൺമെൻറ്റായിട്ട് എന്തെങ്കിലും സ്കീമായിട്ട് കൺവേർജൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിക്ലറേഷൻ. പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 എന്ന് കൊടുത്തു. നീ ലീസ്റ്റ് ലാൻഡാണോ ഓൾഡ് ലാൻഡാണോ എന്നവിടെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. അതിൻ്റെ റിലേറ്റഡ് എഗ്രിമെൻറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് അറ്റാച്ച് ചെയ്യുക. പിന്നെ എഫ് പി സിയിലെ ചോദിച്ച പോലെ ലോൺ അവൈൽഡ് ആണെങ്കിൽ അതിവിടെ റിലേറ്റഡ് ഡീറ്റെയിൽസ് ചെയ്യുക, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആക്കുക. ഇത് പറഞ്ഞതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി സേവ് ആവും. പിന്നെ ഇത് സേവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള പേജസിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പം എഫ് പി സിയിലുള്ള പോലെ തന്നെ 2ഉം 3ഉം എല്ലാ പേജസിലും എന്തൊക്കെ ഡോക്യുമെൻ്റ് ആവശ്യമുണ്ടെന്ന് നോക്കുക. അത് നിങ്ങൾ ആദ്യം കണ്ടുവച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതാണ് ഉദ്ദേശം. പിന്നെ ഏത് പേജിൽ പോയാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡീറ്റെയിൽ മൊത്തം ഫില്ല് ചെയ്താൽ അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ വൺസ് നിങ്ങളത് അടുത്ത പേജിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും എവിടെയാണോ സേവ് ചെയ്തത് അവിടെ ആ പേജിലേക്ക് വന്നു ചേരും. അപ്പോൾ ലോഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാലും അതേ പേജിലേക്ക് തന്നെ വരും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് വെച്ചത്. പിന്നെ സെക്കൻഡ് പേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസ്, ഫേം നെയിം, ABP നെയിം എന്താണ്, ആപ്ലിക്കൻറ്റിൻ്റെ നെയിം എന്താണ്, ആപ്ലിക്കേഷൻ ചെയ്യുന്നതിന് ഡെസിഗ്നേഷൻ എന്താണ്, CEO ആണോ, ടൈപ്പ് എന്താണ് എന്നുള്ള ആംഗിളിൽ, പിന്നെ അവരുടെ ജെൻഡർ എന്താണ്, പിന്നെ മൊബൈൽ നമ്പർ, ഈ പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇതൊക്കെ ABPൻ്റെ ഫോൺ നമ്പർ കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന് ചോദിക്കുന്നത് എവിടെയാണ് ABP ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ജിയോ ലൊക്കേഷൻ, അത് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്രസ്സ് ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള. പിന്നെയുള്ളത് ABPക്ക് ഇപ്പം ചിലതിൽ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ കിട്ടിയതുണ്ടാവും. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്താണോ ചൂസ് ചെയ്യുക അത് റിലേറ്റഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ടെസ്റ്റിംഗ് ലാബുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ചൂസ് ചെയ്യുക, അതിവിടെ അറ്റാച്ച് ചെയ്യുക. അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് ചൂസ് ചെയ്താൽ അതിൻ്റെ ഓപ്ഷൻ വരും. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യുക. ഇത്രയാണ് ബേസിക് ഡീറ്റെയിൽസ്. പിന്നെയുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ്, അതിനകത്ത് ഫേം രജിസ്ട്രേഷൻ നമ്പർ എന്താണ്, പാർട്ട്ണർഷിപ്പ് ആണോ, ഇപ്പോൾ എന്താണത്, LLP ആണോ, പ്രൈവറ്റ് കമ്പനിയാണോ, ജോയിൻറ്റ് വെഞ്ചർ ആണോ, അതറാണോ, ഇവിടെ കൊടുക്കാം. പാൻ നമ്പർ, പിന്നെ GST രജിസ്ട്രേഷൻ ഡേറ്റ്, എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്, വിമൻ ഡയറക്ടേഴ്സ് ഉണ്ടോ ഫുള്ള്, പിന്നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്രയാണ്, ടൈപ്പ് ഓഫ് ബിസിനസ്, സ്റ്റാർട്ടപ്പ് ആണോ, കോൾഡ് സ്റ്റോറേജ് വെയർ ഹൗസ്, എക്സ്പോർട്ടർ ആണോ, FPC ആണോ, അങ്ങനെ അത് റിലേറ്റഡ് ഡീറ്റെയിൽസ് കൊടുക്കാം. പിന്നെയുള്ളത് ബ്രാൻഡ് നെയിമുകളാണ്, അതായത് മൾട്ടിപ്പിൾ, നേരത്തെ FPCയിൽ കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ അത് ഓരോ ബ്രാൻഡ് നെയിം ഇവിടെ പ്രൊഡക്റ്റ് നെയിമായിട്ട് ആഡ് ചെയ്ത് പോവാം. പിന്നെ കറണ്ട് ഇൻഫ്രാസ്ട്രക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇവിടെ ജസ്റ്റ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട് ആ ഡീറ്റെയിൽസ് ഇവിടെയൊക്കെ ആഡ് ചെയ്യുക. കറണ്ട് ഇൻഫ്രാസ്ട്രക്ചറോ ലാൻഡാണോ ഓൺഡാണോ ലീസ്ഡാണോ എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് സ്കീമിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ഡീറ്റെയിൽ കൊടുക്കുക. സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമിനുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കാം. പിന്നെ ABP ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ABP FPC ആയിട്ട് ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. FPC ആയിട്ടുള്ള അഡ്രസ്സ്, അതെന്ത് കമോഡിറ്റിയാണ് ഡീൽ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ്. പിന്നെ കഴിഞ്ഞ 5 കൊല്ലത്തെ ഉള്ള ഒരു വാച്ച് റെക്കഗ്നീഷൻ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. പിന്നെയുള്ളത് എത്ര വർക്കിംഗ് സ്റ്റാഫ് നമ്പർ ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്താൽ മതി. ഇനി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. എന്നിട്ട് ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക്. ഇത്രയാണ് സെക്കൻഡ് പേജിലുള്ളത്. തേർഡ് പേജിലെന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽസ് ഓഫ് പാർട്ട്നേഴ്സ്, നിങ്ങളെ പാർട്ട്നേഴ്സിൻ്റെ ഡയറക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അവരുടെ പേര്, ഡെസിഗ്നേഷൻ, കോൺടാക്ട് നമ്പർ, കാറ്റഗറി എന്ന് പറയുന്നത് OBC ST ജനറൽ കാറ്റഗറി ഉണ്ടെങ്കിൽ, പിന്നെ ജെൻഡർ, മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഓരോ പാർട്ട്ണറിനെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോകാം. അങ്ങനെ വരും. അതേപോലെ അടുത്ത സെക്ഷൻ മേജർ കമോഡിറ്റി. ഇപ്പോൾ ABP ഹാൻഡിൽ ചെയ്യുന്ന മേജർ കമോഡിറ്റികൾ എന്തൊക്കെയാണ്, നെയിം ഓഫ് ദ കമോഡിറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിലില്ലാത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് എന്തൊക്കെയാണെന്നുള്ളത് അതിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് സേവ് ചെയ്യുക. അടുത്ത പേജിൽ പോവാം. ഫോർത്ത് പേജിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കോമ്പണൻസ് ആണ് നിങ്ങൾ പ്രൊഡക്റ്റീവ് അലയൻസിന് പ്രപ്പോസ് ചെയ്യുന്നത് അത് ഓരോന്ന്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ
കംപ്ലീറ്റ് റിലേറ്റഡ്. ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഫോർ എക്സാമ്പിൾ കോൾഡ് സ്റ്റോറേജ് ആണെങ്കിൽ അതിൻ്റെ എത്ര നമ്പർ, എത്ര കപ്പാസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എത്രയാണ്, അതെല്ലാം അങ്ങനെ എല്ലാ സെക്ഷനും. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പിന്നെ എക്യുപ്മെൻറ്റ് മെഷീനറി ഉണ്ട്, വെഹിക്കിൾസ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, പാക്കിംഗ് ഉണ്ട്, എക്സ്പോർട്ട് പ്രൊമോഷൻ, ലൈസൻസ് സർട്ടിഫിക്കേഷൻ, ഇതിനൊക്കെ നിങ്ങൾക്ക് കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് കോമ്പണൻ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മെഷീൻ ഓപ്പറേറ്റേഴ്സ്, ഫ്രാഞ്ചൈസിങ് മോഡൽ, അതേഴ്സ്, ഇതൊന്നല്ലാത്ത അതർ സെക്ഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ ആഡ് ചെയ്യുന്നതനുസരിച്ച് ഇവിടെ ടോട്ടൽ കോസ്റ്റ് പ്രൊജക്റ്റായിട്ട് ഇവിടെ വരും. ഇത്രയാണ് ആ ഒരു കോമ്പണൻറ്റ് ഇതിലുള്ളത്. പിന്നെയുള്ളത് ഡീറ്റെയിൽസ് ഓഫ് പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ് ലൊക്കേഷൻ. അതായത് ഓൾറെഡി നിങ്ങൾക്കൊരു ലൊക്കേഷൻ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അതിവിടെ മെൻഷൻ ചെയ്യാം. അത് ആപ്ലിക്കബിൾ ആണ്, ടിക്ക് ചെയ്യാം. ഓൺഡ് ആണോ ലീസ്ഡ് ആണോ, ഓൺഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാൻഡ് ടാക്സ് അടക്കേണ്ട സർട്ടിഫിക്കറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യണം, ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. ഇനിയിപ്പം ലീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ലീസ് എഗ്രിമെൻറ്റ് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടി വരും. എത്ര കൊല്ലത്തേക്കാണ് നിങ്ങൾ ലീസ് എടുത്തിരിക്കുന്നത് എന്നുള്ള ആംഗിളിൽ ഇവിടെ ചോദിക്കുന്നുണ്ട്, അത് മെൻഷൻ ചെയ്യുക. പിന്നെ അതേപോലെ ഏത് ഡിസ്ട്രിക്റ്റാണ് ഈ ഒരു ലൊക്കേഷൻ, ഏത് ഡിവിഷനാണ് എന്നുള്ളതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുക. പിന്നെ അതൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ, അത് നിങ്ങൾ ചൂസ് ചെയ്ത് മെൻഷൻ ചെയ്യുക. പിന്നെ സർവേ നമ്പർ എന്താ, ഏരിയ ഓഫ് ദ ലാൻഡ്, ഇതൊക്കെ ആപ്ലിക്കബിൾ ആണെന്ന് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഫില്ല് ചെയ്യാം. പിന്നെ ഈ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഉള്ള സോഴ്സസ് ഉണ്ടോ, വാട്ടർ അവൈലബിലിറ്റി ഉണ്ടോ, ലാൻഡ് അവൈലബിലിറ്റി ഉണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ, അപ്രോച്ച് റോഡ് ഉണ്ടോ, ആ കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യാം. യെസ് ഓർ നോ ഉണ്ടെങ്കിൽ മാത്രം മെൻഷൻ ചെയ്യില്ലെങ്കിൽ ഒഴിവാക്കുക. എന്നിട്ട് ഇവിടെ സേവ് എന്നുള്ള സെക്ഷൻ ക്ലിക്ക് ചെയ്യുക, സേവ് ആവും. പിന്നെയുള്ളത് 5th പേജാണ്. 5th പേജിൽ നിങ്ങൾ ഓൾറെഡി ഏതെങ്കിലും ഒരു FPCനെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, പ്രൊഡക്റ്റീവ് അലയൻസിൻ്റെ സ്കീമിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്യാം. അത് എന്തിനെ കൊണ്ടാണ് അവർ ആഡ് ചെയ്യുന്നത്, മാർക്കറ്റ് ആക്സസ് കൊണ്ടാണോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആവുന്നത്, കോൾഡ് സ്റ്റോറേജ്, ലോജിസ്റ്റിക്സ്, അതേഴ്സ്. അപ്പോൾ അത് എന്താണെന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ നമ്പർ ഓഫ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അത് ഓരോന്ന് ആഡ് ചെയ്ത് പോവാം. പിന്നെയുള്ളത് നിങ്ങളുടെ കറണ്ട് ബിസിനസ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ കറൻ്റ്ലി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഓരോ ബിസിനസ് ആക്ടിവിറ്റിക്കും അതിന് റിലേറ്റഡ്, ഇപ്പോൾ ഇൻപുട്ട് സർവീസസ് ആണെങ്കിൽ സീഡോ എന്താണെന്ന് വെച്ചാൽ ചൂസ് ചെയ്യുക. അതിൻ്റെ ടേൺ ഓവർ എന്താണ്, അതിൻ്റെ ലാസ്റ്റ് ഇയർ, സെക്കൻഡ്, ഓരോ ഇയറിൻ്റെയും പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് മെൻഷൻ ചെയ്യുക. അപ്പം അതേപോലെ തന്നെ ഇൻപുട്ട് പോലെ തന്നെ ഔട്ട്പുട്ട് വരുന്നുണ്ട്, അതേപോലെ പ്രോസസ്സിങ് വരുന്നുണ്ട്, പിന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഇതിലൊന്നും പെടാത്ത അതർ ആക്ടിവിറ്റിയും വരുന്നുണ്ട്. ഇത് ഓരോന്നും ഫില്ല് ചെയ്യുക, ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഫില്ല് ചെയ്യുക, സേവ് ചെയ്യുക. എന്നിട്ട് അടുത്ത പേജിൽ പോവുക. അടുത്ത പേജിൽ ചോദിക്കുന്നത് ലാസ്റ്റ് 3 ഇയറിൻ്റെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റാണ്. അപ്പോൾ അത് ഓരോ കൊല്ലത്തെയും ഫിനാൻഷ്യൽ ഇയർ ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്യുക. അതിൻ്റെ ടേൺ ഓവർ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ആഡ് ചെയ്യുക, അത് ആഡ് ടേൺ ഓവർ കൊടുക്കുക. ഇത്രയും ചെയ്താൽ മതി. അതേപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റി അവെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഓരോ ഫിനാൻഷ്യൽ ഇയർ സോഴ്സ് ഓഫ് ഫണ്ട് എത്ര എമൗണ്ട്, റീപേയ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് എത്ര എന്ന് ആഡ് ചെയ്ത് പോകാം. ഇതാണ് 6th പേജിൽ വരുന്നത്. ഇനി നമ്മൾ ലാസ്റ്റ് പേജിലേക്ക് എത്താനായി. ഇപ്പോൾ 7th പേജിൽ വരുന്ന ബേസിക്കലി ബിസിനസ് പ്ലാൻ പ്രപ്പോസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇത്രയും ആക്ടിവിറ്റീസ് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത പോലെ തന്നെ അതുപോലെ വേറൊരു സെക്ഷനും കൂടി ഉണ്ട്. ഇത്രയും ആക്ടിവിറ്റീസും കൂടി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് അലയൻസിൻ്റെ ഭാഗമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഇൻ അഡക്വേറ്റ് ആക്ടിവിറ്റീസ് ആണെന്ന് പറയുന്നതാണ്. അതെല്ലാം വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുമ്പം ഇതിൽ പെടാത്ത ആക്ടിവിറ്റീസ് വേണം ചെയ്യാൻ, പ്രപ്പോസ് ചെയ്യാൻ. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് പ്രപ്പോസലിൻ്റെ ഒരു 1000 വേർഡ്സിൽ കൂടാതെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക, അതാണ് കൊടുക്കാനുള്ളത്. പിന്നെയുള്ളത് നമ്മൾ പ്രോജക്റ്റ് പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടെംപ്ലേറ്റ് ഡൗൺലോഡായിട്ട് വരും. അത് ഓപ്പൺ ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരും. ഒരു ABP ബിസിനസ് പ്ലാൻ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ടിക്ക് ചെയ്യേണ്ട സ്ഥലത്ത് ടിക്ക് ചെയ്യുക, ഫില്ല് ചെയ്യേണ്ട സ്ഥലത്ത് ഫില്ല് ചെയ്യുക, ഒക്കെ ഫില്ല് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ അപ്ലോഡ് ഫയൽ എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ ഫയൽ അപ്ലോഡ് ചെയ്യുക. ABP പ്രപ്പോസൽ അപ്ലോഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ ടോട്ടൽ കോസ്റ്റ് കാര്യങ്ങൾ ഒക്കെ നിങ്ങളിവിടെ ഫില്ല് ചെയ്യുക. ഓരോ കോസ്റ്റ് എത്രയാണ്, എത്ര കോൺട്രിബ്യൂഷൻ, എത്രയാണ് ഗ്രാൻറ്റ് സോർട്ട് ചെയ്യുന്നത്, എത്ര ലോൺ നിങ്ങൾക്ക് റിക്വയർഡ് ആണ്. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജും സേവ് ആകും. ആൻഡ് ഫൈനലി നെക്സ്റ്റ് അടുത്ത പേജ് എന്ന് പറഞ്ഞാൽ 8ാമത്തെ പേജ് ഫൈനൽ പ്രൂഫുകളാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി അറ്റാച്ച് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും, കണ്ടില്ലേ. ഇനിയിപ്പം അറ്റാച്ച് ചെയ്യാൻ ബാക്കിയുള്ളതൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. എന്തെങ്കിലും ബാക്കി ഇപ്പം അറ്റാച്ച് ചെയ്തതാണെങ്കിലും മങ്ങിയിട്ടുണ്ടാവും. അറ്റാച്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ, ചെയ്യാത്തതാണെങ്കിൽ നിങ്ങളിങ്ങനെ ഈ കളറിൽ കാണും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് സബ്മിറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ
വൺസ് ഇവിടെ സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ അത് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ എല്ലാം 1-2 പ്രാവശ്യം നിങ്ങൾ വായിച്ച് നോക്കി എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടോ, എസ്പെഷ്യലി ഫസ്റ്റ് പേജും പിന്നെ ബാക്കിയുള്ള പേജ്. ഫസ്റ്റ് പേജ് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ആക്ടിവിറ്റിയും കൊടുത്തിട്ടുണ്ടോ, ഡോക്യുമെൻറ്റ് കൊടുത്തിട്ടുണ്ടോ എല്ലാം വെരിഫൈ ചെയ്യുക. എന്നിട്ട് എല്ലാം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കുക അത് കറക്റ്റാണോ എന്നുള്ളത്. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ 8ാമത്തെ പേജിൽ പോവുക, അതായത് ഫൈനൽ സബ്മിഷനിലേക്ക് പോവാം. സബ്മിറ്റ് എന്ന് നിങ്ങളെല്ലാം വെരിഫൈ ചെയ്ത് സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ സെൽഫ് ഡിക്ലറേഷൻ ചോദിക്കും, അത് എഗ്രി എന്നുള്ള കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. എന്നിട്ടൊരു മെയിൽ നിങ്ങൾക്ക് പോകും. പിന്നെ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. യുവർ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും. അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ ഞാൻ വേണമെങ്കിൽ ലോഗ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഈ ഒരു സാധനം എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ റിക്വസ്റ്റ് എഡിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ റിക്വസ്റ്റ് സെൻഡ് സക്സസ്ഫുള്ളി. അപ്പം അത് അങ്ങനെ വരും. അപ്പം അങ്ങനെ വരുമ്പം ഇത് നേരെ നിങ്ങൾ RPMUലേക്ക്, ഇത് എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്താൽ ആ സ്ഥലത്തേക്ക് റീജിയണൽ ഓഫീസിലേക്ക് പോകും. അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ റീഓപ്പൺ എന്നുള്ളത്, അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കിത് റീഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്, നമ്മളെ ABPൻ്റെ.